യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതാണ് ആ പ്രൊഡക്റ്റ്, ആൽഫ് ഗുഡ്നെസിന്റെ റോസ്മേരി വാട്ടർ ആണ് കേട്ടോ. ഇതാ. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നോക്കിയപ്പോൾ ഇതിന്റെ കുറച്ച് എന്താ പറയാ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാണുമ്പോൾ ഒരേപോലെ ഇത് ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ സെയിം ആണ്, പക്ഷേ ആൽഫ് ഗുഡ്നെസ്സിന് പകരം ആൽപ്പീന്നോ അങ്ങനെ എന്തൊക്കെയോ ആയിട്ട് 2-3 പേര് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റിസ്ക് എടുക്കേണ്ടെന്ന് വെച്ച് ഞാനിത് പർപ്പിൾ നിന്നാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 225 രൂപയാണ്. പക്ഷേ പർപ്പിളിൽ ഓഫർ ഉള്ളതുകൊണ്ട് എനിക്ക് എത്ര 199 രൂപയ്ക്ക് അങ്ങനെ ഈ ഒരു സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ വീഡിയോ ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ഹെയർ കട്ട് ചെയ്തുണ്ടോ, ഫസ്റ്റ് ഞാൻ ഹെയറൊക്കെ കട്ട് ചെയ്തപ്പോൾ ഭയങ്കര പട്ടിഷമായിരുന്നു, ഇങ്ങനെയുള്ളതൊക്കെ നടക്കുമായിരുന്നു. ഇപ്പോഴാണ് കരയുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ നല്ല നിങ്ങൾക്ക് കാണാൻ പറ്റും, വിസിബിളായിട്ട് കാണാം കേട്ടോ. ഇവിടെയൊക്കെ നല്ല മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു ഫ്രണ്ടിലും കണ്ടോ. അപ്പോൾ എനിക്കിവിടെയൊക്കെ ഈ ഒരു സാധനം യൂസ് ചെയ്തിട്ട് എന്താ പറയുക കുഞ്ഞു ഹെയർസ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു പ്രൊഡക്റ്റിന് കുറച്ച് നെഗറ്റീവ് കമൻസും അതുപോലെ പോസിറ്റീവ് കമൻസും ഉണ്ട്. അതായത് കുറച്ച് ആൾക്കാർക്ക് യൂസ് ചെയ്തിട്ട് നെഗറ്റീവും അതുപോലെ കുറച്ച് ആൾക്കാർക്ക് യൂസ് ചെയ്തിട്ട് പോസിറ്റീവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് യൂസ് ആക്കേണ്ടത്, അതുപോലെ ഞാൻ യൂസ് ആക്കിയിട്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിന്റെ സൈഡിൽ നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇതിന്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളും അതുപോലെ ഇതിന്റെ വാണിംഗ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. അല്ലാണ്ട് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നണ പോലെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഹെയർ ഫോൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇത് എത്ര തവണ യൂസ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇത് ആഴ്ചയിൽ 1-2 തവണ മാത്രം യൂസ് ചെയ്താൽ മതി. ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് കുറച്ച് ബേബി ഹെയർസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടേക്ക് എനിക്ക് നല്ല ഇങ്ങനെ ഇതായിട്ടായിരുന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ കുഞ്ഞു ബേബി ഹെയർസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഞാൻ കാണിച്ചുതരാം. ഞാൻ ഈ ഷോർട്ട് ഹെയർ ആക്കിയതിന് ശേഷം എനിക്ക് നല്ല ഹെയർ ഫോൾസ് ഉണ്ടായിരുന്നു. ഒന്നാമത് ഞാൻ മുടി ശ്രദ്ധിക്കാറ് പോലും ഇല്ല. കണ്ടോ, ഇത്രയും എനിക്കിങ്ങനെ ഗ്യാപ്പായിരുന്നു കേട്ടോ, ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ കുഞ്ഞി ഹെയർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഞാൻ എപ്പോഴും ഇങ്ങനെ മുടി കെട്ടുന്നത് കൊണ്ടാണെന്ന് അറിയില്ല, എനിക്കിവിടെ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ മുടി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് കുഞ്ഞു മുടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ മുടി ഹെയർ ഫോൾസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഷാമ്പുവും കണ്ടീഷണറും യൂസ് ചെയ്തതിന് ശേഷം ഹെയർ ഒന്ന് ഡ്രൈ ആക്കുക. അതിനുശേഷം നമ്മൾ ഇതൊന്ന് ഇങ്ങനെ സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. രണ്ടാമതെന്ന് പറയുന്നത് നമ്മൾ രാത്രി ഉറങ്ങാൻ നേരത്ത് എന്ത് ചെയ്യാം, ഈ ഒരു സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്ത സ്ഥലത്ത് നമ്മളിങ്ങനെ മസാജ് ചെയ്തിട്ട് രാവിലെ ഹെയർ വാഷ് ചെയ്യുക. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ജസ്റ്റ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ബോട്ടിലിൽ ഇപ്പുറത്ത് ഓഫും അതുപോലെ ഇപ്പുറത്ത് ഓൺ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒരു സൈഡിൽ ഓഫും ഒരു സൈഡിൽ ഓണും ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ബട്ടൺ ഇങ്ങനെ അമർത്തി കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഇതെന്താവും, ഓൺ ആവും. നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും കണ്ടോ. ഓക്കെ, നമുക്കിങ്ങനെ സ്പ്രേ ചെയ്യാൻ പറ്റും. അതുപോലെ ബട്ടൺ അമർത്തുമ്പോഴേക്കും നമുക്കിത് ഓഫ് ആവും, ഇത് സ്പ്രേ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം ഇത് സേഫാണ്, നല്ല അടിപൊളി ബോട്ടിലാണ് കേട്ടോ ഇതിൻ്റെ. പിന്നെ നമ്മൾ ഇതിങ്ങനെ സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ രാവിലെ വാഷ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ നാളെ വരുന്നതായിരിക്കും. അതുവരെയും എല്ലാവർക്കും ബൈ.